നമസ്കാരം. വെൽക്കം ടു സ്പൈൻ ഫോക്കസ്. ഞാൻ ഡോക്ടർ നൈജൽ പള്ളിയിൽ, ഒരു ഓർത്തോപെഡിക് സ്പൈനൽ സർജനാണ്. പലപ്പോഴും നമ്മുടെ OPD ക്ലിനിക്കുകളിൽ പേഷ്യൻസ് വരുന്നത് MRI റിപ്പോർട്ടുകളോട് കൂടിയാണ്. ആൻഡ് ഈ MRI റിപ്പോർട്ടിൽ യൂഷ്വലി അവരത് വായിച്ചിട്ട് അതിൽ MRIയിൽ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊട്രൂഷൻ, നെർവ് റൂട്ട് കംപ്രഷൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ കേട്ട് യൂഷ്വലി ഭയന്നിട്ടായിരിക്കും പേഷ്യൻസ് യൂഷ്വലി വരിക. എന്നാൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയം തോന്നാം. പക്ഷേ ശരിക്കും അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്. നമ്മുടെ ശരീരം ഒരു മെഷീനാണെന്ന് സങ്കല്പിക്കുക. ഏതൊരു മെഷീനിലും കുറേ ജോയിന്റുകൾ ഉണ്ടാവും. ഈ ജോയിന്റുകൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ജോയിന്റുകളിലൊക്കെ തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്പൈനിലും ഘടനാപരമായിട്ട് ജോയിന്റുകളുണ്ട്. അതുപോലെ തന്നെ സ്പൈനുകളുടെ രണ്ട് എല്ലുകൾ, അതായത് കശേരുക്കൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഡിസ്കുകളും ഉണ്ട്. ഈ ഡിസ്കുകളിലും ജോയിന്റുകളിലും എല്ലാം നമ്മൾ പ്രായമാവുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തേയ്മാനത്തിൻ്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇത് പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഒരിക്കലും നോർമൽ സ്പൈൻ പോലെ ആക്കാൻ പറ്റില്ല. പക്ഷേ ഈ തേയ്മാനത്തിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സസൈസുകൾ, സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ബാക്കിലെ മസിൽസ്, നമ്മുടെ വയറിന് ചുറ്റുമുള്ള കോർ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക, ശരീരഭാരം ഒരുപാട് കൂടാതിരിക്കുക, സ്ഥിരമായിട്ട് നടക്കാൻ പോവുക എന്നീ കാര്യങ്ങളും നമ്മുടെ ഡെയിലി ഉള്ള റുട്ടീൻ ആക്ടിവിറ്റീസിൽ കുറേ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ തേയ്മാനത്തിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ തേയ്മാനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ പല വ്യക്തികളിലും പലതുപോലെയായിരിക്കും. ഇപ്പം നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെ തന്നെയാണത്. ചില ആൾക്കാരിൽ ചിലപ്പോൾ വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് കാണാറില്ലേ. അതേപോലെ തന്നെ ഡിസ്കിലുള്ള തേയ്മാനം ചിലപ്പോൾ ചില ആൾക്കാരിൽ കുറച്ച് നേരത്തെ തുടങ്ങിയെന്ന് വരാം. അത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ MRIയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഡിസ്ക് പ്രൊലാപ്സ് കാണാം. പക്ഷേ ഈ വ്യക്തിക്ക് കാര്യമായിട്ടുള്ള കാലുകളിലേക്കുള്ള വേദനയൊന്നുമില്ല, ചെറിയ നടുവേദന മാത്രമേ ഉള്ളൂ എങ്കിൽ അത് നല്ല രീതിയിൽ അദ്ദേഹത്തിന് എക്സസൈസും ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്തുകൊണ്ട് വേദന പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. സോ MRIയിൽ നമ്മളുള്ള ഫൈൻഡിങ്സിനെല്ലാം നമ്മൾ ആക്ച്വലി ട്രീറ്റ് ചെയ്യുക സ്പൈൻ സർജറിയിൽ. അത് നമ്മളൊരു രോഗികൾക്കുള്ള സിംറ്റംസിനെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ചികിത്സ തേടുക. അപ്പോൾ യൂഷ്വലി നമ്മളൊരു MRIയിൽ ഡിസ്ക് പ്രൊലാപ്സ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്പൈനൽ സർജനെ അല്ലെങ്കിൽ സ്പൈനിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യും.